ഹലോ ഫ്രണ്ട്സ്, ഇന്ന് വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ലെമൺ റൈസിൻ്റെ റെസിപ്പിയാണ്. ഇതിനു വേണ്ടി ഞാനിവിടെ 2 കപ്പ് ചോറ് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ചോറിന് വേണ്ടി പൊന്നിയരിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും വേണം. പിന്നെ ഞാനിവിടെ കുറച്ച് കടലപ്പരിപ്പും കുറച്ച് ഉഴുന്നും എടുത്തിട്ടുണ്ട്. 5 അണ്ടിപ്പരിപ്പും എടുത്തിട്ടുണ്ട്. അണ്ടിപ്പരിപ്പ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ചെറിയൊരു പീസ് ഇഞ്ചിയും 3 പച്ചമുളകും ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ലെമണിൻ്റെ പുറമേയുള്ള ഈ യെല്ലോ കളർ ഭാഗം ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ ലെമൺ റൈസിന് നല്ലൊരു ഫ്ലേവർ കിട്ടും. പിന്നെ ഞാനിവിടെ ചെറുനാരങ്ങ നീരെടുത്തിട്ടുണ്ട്. ഇത് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഇനി ലെമൺ റൈസ് ചെയ്തെടുക്കാം. ഇതിന് വേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കടുക് ചേർത്തിട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം. കടുകൊക്കെ ഒന്ന് പൊട്ടി വന്നാൽ നമുക്കിതിലേക്ക് കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കണം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് സ്റ്റൗ മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് ഉഴുന്ന് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് മാറി വരുന്നവരെ മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കണം. വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ഇതിലേക്ക് 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച ഇഞ്ചിയും പച്ചമുളകും ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇതധികം കരിഞ്ഞു പോകാൻ പാടില്ല, ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതിയാവും. പിന്നെ ഇതിലേക്ക് ചെറുനാരങ്ങയുടെ പുറമേയുള്ള ഭാഗം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു നുള്ളു കായപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. നിങ്ങൾക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഇതിലേക്ക് ചോറ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കുറച്ച് ടൈം എടുത്ത് തന്നെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കാറുള്ളത്. ലെമൺ റൈസ് ഞാൻ ഈ ഒരു രീതിയിലാണ് ചെയ്യാറുള്ളത്. ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എല്ലാ ഭാഗത്തും എത്തുന്ന രീതിക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്തൊക്കെ സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ തന്നെയാണുള്ളത്. നിങ്ങൾക്ക് ഇതിൽ കപ്പലണ്ടിയൊക്കെ ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കാത്തത്. ഇവിടെ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. ലെമൺ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.